നമസ്തേ, എല്ലാവർക്കും നമ്മുടെ സഹൃദയ ഹിന്ദി സ്റ്റഡി ക്ലാസ്സിലേക്ക് സ്വാഗതം. കുട്ടികളെ, നാം ഇന്നത്തെ ക്ലാസ്സിൽ മോഹൻ രാഗേഷിൻ്റെ പ്രധാനപ്പെട്ട നാടകരചനകളാണ് മനസ്സിലാക്കുന്നത്. കേറ്റെറ്റ്, നെറ്റ്, സെറ്റ്, HSA ഹിന്ദി, HST ഹിന്ദി, JLT ഹിന്ദി തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും മോഹൻ രാഗേഷിൻ്റെ നാടകരചനകൾ സ്ഥിരമായി ചോദിക്കാറുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മോഹൻ രാഗേഷിൻ്റെ പ്രധാനപ്പെട്ട നാടകരചനകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. മോഹൻ രാഗേഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടകരചനയാണ് ആഷാഢ് കാ ഏക് ദിൻ. 1958 ഇത് എഴുതിയിരിക്കുന്നത്. ആഷാഢ് കാ ഏക് ദിൻ എന്ന ഈ നാടകം ഒരു ഐതിഹാസിക് നാടകമാണ്. ശ്രദ്ധിക്കുക, ആഷാഢ് കാ ഏക് ദിൻ എന്നത് ഐതിഹാസിക് നാടകമാണ്. ഇത് എഴുതിയ വർഷം 1958. മോഹൻ രാഗേഷിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നാടകരചനയാണ് ലഹരോങ്കെ രാജഹംസ്. ശ്രദ്ധിക്കുക, മോഹൻ രാഗേഷിൻ്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നാടകരചനയാണ് ലഹരോങ്കെ രാജഹംസ്. 1963 ഇത് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇതും ഒരു ഐതിഹാസിക് നാടക രചനയാണ്. ആഷാഢ് കാ ഏക് ദിൻ, ലഹരോങ്കെ രാജഹംസ് ഇത് രണ്ടും മോഹൻ രാഗേഷിൻ്റെ ഐതിഹാസിക് നാടക രചനകളാണ്. മോഹൻ രാഗേഷിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നാടകരചനയാണ് ആധേ അധൂരെ. ഇത് എഴുതിയ വർഷം 1969. ശ്രദ്ധിക്കുക, ആഷാഢ് കാ ഏക് ദിൻ, ലഹരോങ്കെ രാജഹംസ്, അടുത്തത് ആധേ അധൂരെ. ആഷാഢ് കാ ഏക് ദിനും അതുപോലെ ലഹരോങ്കെ രാജഹംസ് ഇത് രണ്ടും ഐതിഹാസിക് നാടക രചനകളാണ്. അടുത്ത നാടകമാണ് പൈർ തലേ ജമീൻ. ശ്രദ്ധിക്കുക, മോഹൻ രാഗേഷിൻ്റെ മറ്റൊരു നാടകരചനയാണ് പൈർ തലേ ജമീൻ. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നാടകരചനയാണ് അണ്ടേ കെ ചിൽക്കെ. ഇതും മിക്ക എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കുക, അണ്ടേ കെ ചിൽക്കെ പേരെന്താണ്? അതെ, അണ്ടേ കെ ചിൽക്കെ. ഇതൊരു ഏകാംഗി നാടകമാണ്. ശ്രദ്ധിക്കുക, അണ്ടേ കെ ചിൽക്കെ ഇതെന്താണ്? അതെ, ഒരു ഏകാംഗിയാണ്. അടുത്തത് സിപാഹി കി മാം. ശ്രദ്ധിക്കുക, സിപാഹി കി മാം എന്നത് മോഹൻ രാഗേഷിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നാടകരചനയാണ്. ശ്രദ്ധിക്കുക, സിപാഹി കി മാം ആരുടെ രചനയാണ്?